ചെറിയൊരു സദസ്സായതുകൊണ്ട് തന്നെ ദീർഘനേരം പ്രസംഗിക്കത്തില്ല എന്നുള്ളൊരു വാഗ്ദാനം ആദ്യമേ നൽകാം. വാസ്തവത്തിൽ ആരംഭിക്കേണ്ടതും അവിടെ തന്നെയാണ്. നമ്മൾ സനാതനധർമ്മം എന്നൊക്കെ പറയുമ്പോൾ, ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ, അത് പറയാനും കേൾക്കാനും ചർച്ച ചെയ്യാനും നമുക്ക് താല്പര്യമില്ല എന്നതിൽ ഇതിൻ്റെ അർത്ഥം മുഴുവൻ, അല്ലെങ്കിൽ ഇതിൻ്റെ വീഴ്ച മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ പോലും എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു വിശ്വാസ സംഗമമാണ് ചെറുകോൽപ്പുഴ സംഗമം. അവിടെ പോലും ഇത്രയും പ്രസക്തമായ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേൾക്കാൻ വരാൻ ആളുകൾക്ക് മടിയാണ് എന്നുള്ളിടത്താണ് ഹിന്ദു സംസ്കാരവും ഹിന്ദു മതവും ഭാരതീയ പാരമ്പര്യവുമൊക്കെ നേരിടുന്ന പ്രതിസന്ധി. ഒരുപക്ഷേ ഈ മതത്തിൻ്റെ, അല്ലെങ്കിൽ ഈ സംസ്കാരത്തിൻ്റെ, ഈ പാരമ്പര്യത്തിൻ്റെ മഹത്തായ പാരമ്പര്യവും മൂല്യവും കൊണ്ട് ഇതിങ്ങനെ നിലനിൽക്കുകയും വളരുകയും ചെയ്യുന്നു എന്നതല്ലാതെ, ഈ ഭാരതീയ സംസ്കാരം, ഈ ഹൈന്ദവ സംസ്കാരം അടിയുറച്ച് വളരണമെന്നുള്ള ആഗ്രഹം, സംഘടിതമായ ഒരു പരിശ്രമം നമ്മുടെ സന്യാസി വര്യന്മാരുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുന്നില്ല എന്ന വിമർശനത്തോടെയാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ ഇതല്ല മറ്റു മതങ്ങളുടെ സ്ഥിതി, ഇതല്ല മറ്റ് വിശ്വാസങ്ങളുടെ സ്ഥിതി. ഈ വീഴ്ചയിൽ വേണം നമ്മൾ തിരുത്താൻ ആരംഭിക്കും. ഇത്രയും വലിയൊരു കൺവെൻഷൻ സംഘടിപ്പിക്കുമ്പോൾ ഈ ഓരോ സെഷനിലും ഇതുമായി ബന്ധപ്പെട്ട വിശ്വാസികൾ, ശ്രോതാക്കൾ എത്തുന്നു എന്ന് ഉറപ്പാക്കുക കൂടി ചെയ്യുമ്പോഴേ ലക്ഷ്യം പൂർത്തിയാവും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളി എന്താണ്? ഇപ്പം കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അനുനിമിഷം ഞാൻ പലപ്പോഴും പലയിടത്തും പറയാറുള്ളത് പോലെ, ഒരു 2 പതിറ്റാണ്ട് കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന മാറ്റം, ഇന്റർനെറ്റ് യുഗം ആരംഭിച്ചതിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടാക്കിയിരിക്കുന്ന മാറ്റം സമാനതകളില്ലാത്തതാണ്. എല്ലാം മാറി, ജീവിതം മുഴുവൻ മാറി. അതിൻ്റെ ഒരു പീക്ക് ലെവലായിരുന്നു കോവിഡിൻ്റെ കാലത്തെ വീട്ടിലിരിപ്പ്. അതോടെ മുഴുവൻ മാറി. ഈ മാറ്റത്തിൻ്റെ തിന്മകൾ നമ്മൾ അറിയുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു എല്ലാ ദിവസവും. ഈ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ ഒരു പോലീസുകാരനെ ഒരു പയ്യൻ എടുത്തിട്ട് അടിച്ചെന്ന് കേൾക്കുന്നു. കട്ടപ്പനയിൽ 9 വയസ്സുകാരി പ്രസവിച്ചു, അച്ഛൻ 8ാം ക്ലാസ്സുകാരനാണ്. തിരുവനന്തപുരത്ത് നെട്ടയത്ത് സ്കൂൾ ബസ്സിൽ വെച്ച് 9ാം ക്ലാസ്സുകാരനെ സീനിയർ വിദ്യാർത്ഥി കുത്തി. എത്ര വാർത്തകൾ. ഇന്ന് ഒരു വീഡിയോ കണ്ടു, 2 ദിവസമായി സോഷ്യൽ മീഡിയയിൽ പരക്കുന്നതാ. ഒരു പിതാവ് തൻ്റെ മകനും കൂട്ടുകാരും കൂടി ഒരുമിച്ച് കൂടിയിരിക്കുന്നിടത്ത് ചെന്ന് അവര് മയക്കുമരുന്നിന് അടിമകളാണെന്ന് തോന്നുന്നു. സംസാരിച്ചപ്പോൾ മകൻ പറയുകയാണ്, തന്തയാണെന്ന് ഞാൻ ഓർക്കില്ല, പിന്നൊരു തെറിയാണ്, തീർത്ത് കളയുമെന്ന്. എന്നിട്ട് ഈ കുട്ടികളെല്ലാം കൂടി ഈ മനുഷ്യനെ ആക്രമിക്കുന്ന ദൃശ്യം ഞാനിന്ന് കണ്ടു. ഇത് ഈ നവയുഗത്തിൻ്റെ മാറ്റമാണ്. ഈ നവയുഗത്തിൻ്റെ മാറ്റമാണ്. നമുക്ക് എണ്ണി പറഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ചത്തെ ഒരു 25 സംഭവങ്ങൾ കൂട്ടിച്ചേർത്താൽ നമ്മൾ എങ്ങോട്ടേ എന്ന് ചോദ്യം ചോദിക്കാം. പക്ഷെ ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെയാണ്, നമ്മൾ ഇതിൻ്റെ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതിനെ തിരുത്തേണ്ടത് ആരാണ്? നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരണം. ഒന്ന്, കുട്ടികൾക്കുള്ള സംരക്ഷണം. കുട്ടികളെ ഉപദ്രവിക്കരുത്, അവരെ ജയിലിൽ അടയ്ക്കരുത്. ഇതൊക്കെ ഞാനും വിശ്വസിക്കുന്ന. പക്ഷേ കുട്ടികളെ ശാസിക്കാനും തിരുത്താനും അധികാരമുള്ളവർക്ക് അധികാരം നഷ്ടപ്പെട്ടാൽ, അവൻ തിരുത്തുന്നതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടാൽ ഒരു രാജ്യം തകരുകയാണ്. അണുബോംബിന്റെ ആവശ്യമില്ല, ജൈവായുധങ്ങളുടെ ആവശ്യമില്ല. പുതിയ തലമുറ അവർ മൂല്യങ്ങളിൽ നിന്ന് മാറി. അവർ സഞ്ചരിക്കുമ്പോൾ മോനെ അരുതെന്ന് പറയാൻ അപ്പനും അമ്മയ്ക്കും കഴിയുന്നില്ല, അധ്യാപകർക്ക് കഴിയുന്നില്ല, പോലീസിന് കഴിയുന്നില്ല. അത് ചെയ്താൽ അവർ കുറ്റക്കാരാണ്. അവിടെയാണ് തിരുത്തൽ ആരംഭിക്കേണ്ടത്. ആ തിരുത്തലിൽ മാത്രമേ
നമ്മൾ ആഘോഷത്തോടെ പറയുന്ന സനാതനധർമ്മവും ഹിന്ദുധർമ്മവും ഭാരതീയ പാരമ്പര്യവുമൊക്കെ നിലനിൽക്കും. സങ്കടമുണ്ട്, അതുകൊണ്ട് പറയുന്നതാണ്.